ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണ്ണിന്റെ വ്യഭിചാരം, കാതിന്റെ വ്യഭിചാരം, നാവിന്റെ വ്യഭിചാരം നിർത്തിവെക്കാതെ മിന്നി മറയുന്ന രംഗങ്ങളിലേക്ക് നോക്കി ആസ്വദിക്കുന്ന, അത് പത്രത്തിലൂടെ കാണുന്ന, അതിലേക്ക് കണ്ണും നട്ട് പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല സുഹൃത്തുക്കളെ, കഴിയൂല. ഇവിടെ നമുക്ക് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയാണ്ടാവും. നമുക്ക് നമ്മളോട് ഇത് ഉപദേശിക്കുന്നവനെ അടിച്ചിരുത്താൻ പറ്റും, അവനെ പറഞ്ഞു പോടാ നിന്റെ വഴിക്ക്, എനിക്കെന്റെ വഴി, അതൊക്കെ പറയാൻ പറ്റും സുഹൃത്തുക്കളെ. അതിലൊന്നും ഒരു സംശയവുമില്ല, ആർക്കും അതിനൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ അതിനെ ഉപദേശിക്കുന്നവനെ നമുക്ക് വേണമെങ്കിൽ പരിഹസിക്കാം, അവനവന്റെ പാട്ടിന് പോകട്ടെ. എന്തൊക്കെ വിഷയങ്ങൾ പറയണ്ടായിട്ട് റമദാനിൽ പറയാൻ കണ്ട ഒരു വിഷയം മൂപ്പരിക്ക്, അതൊക്കെ പറയാ. പക്ഷേ ഇസ്ലാമാണ് എന്റെ മതം എന്ന് പറയാൻ നിസ്സാരമായ ഒരു സംഗതിക്ക് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കൽപ്പനയെ കാറ്റിൽ പറത്തുന്നുവെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ആലോചിക്കണം സുഹൃത്തുക്കളെ. നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടാവും. റമദാനല്ലേ, ഒരു വീണ്ടും വിചാരത്തിന് വേണ്ടി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാണ്, നമ്മൾ ആ സുന്നത്ത് ഒഴിവാക്കരുത്. മുസ്ലിമീങ്ങൾ നമ്മളൊരു സിമ്പലാണ്, അത് നമ്മുടെ ഒരു അടയാളം. എന്തിന്റെ പേരിലാണ് നമ്മളത് ഒഴിവാക്കുന്നത്? അതുകൊണ്ട് വസ്ത്രധാരണത്തിലും നമ്മുടെ ആ നടപ്പിൽ നമ്മളെ കാഴ്ചയിൽ കാണുമ്പോൾ ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, എവിടെയും പരിഹസിച്ചോട്ടെ സുഹൃത്തുക്കളെ, പരിഹസിച്ചോട്ടെ. കണ്ടില്ല ഓന്റെ ചപ്പർത്താടി, ഓന്റെ എത്തപ്പോ എനിക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്നുണ്ട്, എന്താ മോനെ ഇങ്ങനെ, എന്തേ നിനക്ക് പറ്റിപ്പോയി? കുടുംബങ്ങൾ പറയും, ഉമ്മ പറയും, ബന്ധപ്പെട്ടവര് പറയും, പലരും പറയും. ധൈര്യത്തോടെ കേൾക്ക്, രേഖപ്പെടുത്തുകയാണ് നിന്റെ നന്മയുടെ റെക്കോർഡിൽ. അതിന്റെ പേരിൽ ഈ കേൾക്കുന്ന എന്തെങ്കിലും പരിഹാസമുണ്ടെങ്കിൽ അതും നന്മയാണ് സുഹൃത്തെ, അതും നന്മയാണ്. അതുകൊണ്ട് നന്മയുടെ ഒരു കാര്യവും ഒഴിവാക്കാതെ ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, വലിയ കാര്യങ്ങൾ, എന്തൊക്കെ പേരിൽ ഖബറിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച്, മൂന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ്. എന്താ അഭിപ്രായം? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങളും മണിമണിയായിട്ട് പറയും, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അല്ലദീ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ വത്തബഅനാ ഫഅജബ്നാ. മുഅ്മിനീങ്ങൾ പറയും, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. എന്താ പറയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു, ഞങ്ങളെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, മുഹമ്മദാണ് സലാസത്ത്, 3 തവണ വിശ്വാസികൾ അത് പറയും. മാത്രല്ല ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളും പ്രമാണങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വന്ന നബിയാണത്. അങ്ങനെ ആ നബി ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ ഞങ്ങളൊക്കെ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റിയിട്ടുണ്ട് എന്ന് മറുപടി പറയും മലക്കുകൾ, നം സാലിഹ. സുഖമായി ഉറങ്ങിക്കട്ടോ, സുഖമായി ഉറങ്ങിക്കോ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. സുഖമായി ഉറങ്ങിക്കോ. ഖബറിൽ എന്ത് പറഞ്ഞപ്പോഴാ അത് പറഞ്ഞത്? അത് ഞങ്ങളെ നബിയാണ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് മാർഗദർശനം പഠിപ്പിച്ചു. അതിൽ ചെറുതും വലുതും ഒന്നും ഞങ്ങൾ നിസ്സാരാക്കിയിട്ടില്ല. എല്ലാം ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ പിൻപറ്റി, ഞങ്ങൾ ഉത്തരം കൊടുത്തു. അങ്ങനത്തെ ഞങ്ങളെ നേതാവാണത്. മുഹമ്മദുൻ എന്ന് മുഅ്മിനീങ്ങൾ പറയുമ്പോഴാ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നം സാലിഹ. ശാന്തമായി ഉറങ്ങിക്കോ. അതേ അവസരത്തിൽ കാഫിർ, മുനാഫിക്, മുർതാബ്, സംശയാലു, അവൻ എന്ത് കേട്ടാലും സംശയായിരുന്നു, അവൻ എന്ത് പറഞ്ഞാലും സംശയായിരുന്നു, അവൻ അംഗീകരിക്കാൻ കൂട്ടാക്കൂലായിരുന്നു. ആ മുർതാബ്, മുനാഫിക്, അവൻ പറയും എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കല്ലേ, ആളുകൾ എന്തൊക്കെ പറയുന്നത് കേട്ടിരുന്നു, ഞാനും പറഞ്ഞിരുന്നു എന്നല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ കുറിച്ചും പഠിച്ചിട്ടില്ല, അവൻ അറിയില്ല. അവിടുത്തെ സുന്നത്തുകളെ പരിഹസിച്ചു, നടു റോട്ടിലിട്ട് അവൻ പുച്ഛിച്ചു, അവൻ പരിഹസിച്ചു, കളിയാക്കി. ഉത്തരം കൊടുക്കാൻ കഴിയോ? ഇരുമ്പിന്റെ ഒരു ഗദയെടുക്കപ്പെടുകയും അവന്റെ 2 ചെവികൾക്കിടയിൽ ഒരൊറ്റ അടി അങ്ങടിക്കുമ്പോൾ അഗാധമായ ആഴത്തിലേക്ക് അവൻ താഴ്ന്നുപോയി, പിന്നീട് പൊങ്ങി അട്ടഹാസം ഉയർത്തുകയാണ് ഖബറിൽ. ആ അട്ടഹാസം എല്ലാവരും കേൾക്കും, മനുഷ്യരും ജിന്നുകളും ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടാ ഇവിടെ മനുഷ്യനിവിടെ ജീവിതം ഉണ്ടാവില്ല.
ഖബറിൽ നടക്കുന്ന അട്ടഹാസങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കൂല. അത് അള്ളാഹ് നമുക്ക് ചെയ്തൊരു ഫദ്ലാന്ന് കൂട്ടിക്കോളി. അള്ളാഹ് നമുക്ക് ചെയ്തൊരു ഔദാര്യാണ്. ഈ മണ്ണിന്റെ അടിയിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഫളവാഹിറുൽ ഖുബൂരി തുറാബ്. നോക്കൂ, നിങ്ങൾ ശ്മശാനങ്ങളിലേക്ക് പോയി നോക്കൂ. അദ്ദേഹം പറയാണ് നമ്മൾ ചിന്തിക്കാൻ. ഖബർസ്ഥാനുകളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. ഫളവാഹിറുൽ ഖുബൂരി തുറാബ്. കാണുമ്പോ എന്ത് ശാന്തമാണല്ലേ, പുറത്തേക്ക് മണ്ണിട്ട് പരന്നു കിടക്കുന്ന ഖബർസ്ഥാനുകൾ. പക്ഷേ വബവാത്തിനുഹാ ഹസറാത്തുൻ വഅദാബ്. അതിന്റെ ഉള്ളിൽ നിറയെ ശിക്ഷകൾ നടക്കുകയാണ്. ഹസറാത്തുൻ, ദുഃഖങ്ങളും സങ്കടങ്ങളും ശിക്ഷകളും നടക്കുകയാണ്. തഗ്ലീബിൽ ഹസറാത്തി കമാ തഗ്ലിൽ ഖുദൂറു ബിമാ ഫീഹാ. ചട്ടിയിൽ ഒഴിച്ചിട്ടുള്ള ഭക്ഷണപാനീയങ്ങളും എണ്ണയുമൊക്കെ അടിയിൽ തീ കത്തിച്ചിട്ട് തിളക്കുന്നത് പോലെ ഖബറിൽ തിളക്കുകയാണ് ശിക്ഷിക്കപ്പെടുന്ന ഖബറുകൾ. പുറമേക്ക് എന്ത് ശാന്തമാണ്. ശ്മശാന മൂകത എന്നാ നമ്മൾ പറയാം. മൂകതക്ക്, നിശബ്ദതക്ക് നമ്മൾ ഉദാഹരണം പറയാ എന്താണ്? ശ്മശാനം. ഒരു ശ്മശാന മൂകത. പക്ഷേ അതിന്റെ അകത്തളങ്ങളുടെ ഭീകരത നിങ്ങൾക്കറിയാമോ? ചിന്തിക്കാൻ. മനുഷ്യനോട് പറയാണ് വീണ്ടും, അമ്മർതും ബുയൂതൻ ലിഗൈരികും മനാഫിഹ വസുക്നാഹ വഖറബ്തും ബുയൂതൻ ലൈസ ലക്കും മസാകിന സിവഹാ. നിങ്ങൾക്ക് ആരാന്റെ വീട് നിങ്ങൾ വല്ലാതെ മോടി പിടിപ്പിക്കാൻ അധ്വാനിക്കുന്നു. ചിന്തിക്കണം. അമ്മർത്തും നിങ്ങൾ വല്ലാതെ മോടി പിടിപ്പിക്കുകയും പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ബുയൂതൻ ലിഗൈരികും, നിങ്ങളല്ലാത്തവരുടെ വീട്. നിങ്ങളല്ലാത്തവരാണ് അതിന്റെ മനാഫികളൊക്കെ പിന്നീട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ വീട് ശേഷക്കാരാണ് അതിന്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ആ വീടിന് വേണ്ടി മാത്രം അധ്വാനിച്ചത്. അവരും അതിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളോ? വഖറബ്തും ബുയൂതൻ ലൈസ ലക്കും മസാകിന സിവാഹ. നിങ്ങളുടെ വീട് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ നിങ്ങളുടെ ശാശ്വത ജീവിതം അതിലാ. നിങ്ങൾക്ക് ശാശ്വതമായി പാർക്കേണ്ട വീടിനെ കുറിച്ച് അത് നിങ്ങൾ നശിപ്പിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഇറങ്ങിപ്പോണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വീടിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു. ചിന്തിക്കേണ്ട വാചകങ്ങളാണ്. ചിന്തിക്കേണ്ട വാചകങ്ങളാണ്. നമ്മൾ പടുത്തുയർത്തി തേച്ച് മിനുക്കി വളർത്തിയുണ്ടാക്കിയ നമ്മുടെ ഭവനങ്ങൾ അന്യാധീനപ്പെട്ടു, മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു. നമ്മളോ? നമ്മൾ മണ്ണറക്കൂട്ടിൽ കിടക്കുന്നു. നമ്മുടെ വീടെന്ന് ഉറപ്പുള്ള വീടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അവിടെ ലൈറ്റ് ഇടാൻ വേണ്ടത് ചെയ്തില്ല. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പ്രകാശപൂരിതമാക്കൂ. രാത്രികളിലും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് പോയിക്കൊണ്ട് ഇരുട്ടുകളിൽ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്ത്? അവർക്ക് പ്രകാശം കിട്ടാനുണ്ട് അവരുടെ ഖബറിലും പരലോകത്തൊക്കെ. നമ്മുടെ വീട് അവിടെ സുഖമുണ്ടാക്കാൻ വേണ്ടതൊന്നും ചെയ്തില്ല. ഇവിടുത്തെ വീട് ചെയ്തു, പക്ഷെ അത് നമുക്കിട്ട് കിട്ടിയതുമില്ല. നമ്മൾ ഇറങ്ങി. എന്നൊന്നും നമ്മളെ വീടാന്ന് ഉറപ്പുള്ള വീട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. കഠിന കഠോരമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില കാര്യങ്ങൾ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോ രണ്ട് ഖബറുകളിൽ നിന്ന് ശക്തമായ അട്ടഹാസങ്ങളും ശിക്ഷയുടേതായ രംഗങ്ങളും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളൊന്നും വിചാരിക്കുന്ന വൻപാപങ്ങളുടെ പേരിലല്ല. ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കാറില്ല. ലാ യസ്തതിറു മിനൽ ബൗൽ. അതിന് പണ്ഡിതന്മാര് വിശദീകരണം കൊടുത്തു. പണ്ഡിതന്മാര് വിശദീകരിച്ചിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ലാ യതജന്നബുഹു വലാ യതഹറസു മിൻഹു. മൂത്രം അവന്റെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഒക്കെ തെറിക്കുന്നതോ അല്ലെങ്കിൽ അത് ശരീരത്തിൽ പുരളുന്നതോ അവൻ ശ്രദ്ധിച്ചതേയില്ല. ഇന്നത്തെ ആധുനിക ഇറുകിയ വസ്ത്രധാരണങ്ങളും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഒക്കെ ഇടയിൽ മൂത്രയ്ക്കും. അവിടുന്ന് കഴുകി നീറ്റ് രണ്ടടി നടക്കുമ്പോഴേക്ക് മൂത്രം പിന്നെയും പോയി. തിരക്കുകളാണ്. വസ്ത്രധാരണത്തിന്റെ കാര്യം, മൂത്രയിക്കുന്ന കാര്യത്തിൽ അത് അങ്ങനെ. അതിൽ തിരക്ക്. റുക്കൂയിലേക്ക് പോയാലും സുജൂദിലേക്ക് പോയാലും ഒരുത്തന്റെ മൂട്ടിൽക്ക് നോക്കാൻ വയ്യ. എത്ര പറഞ്ഞാലും മാറ്റം വരും. ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടാവും, ഒരു ചെറിയ ടീഷർട്ട്. റുക്കൂയിൽ പോയാൽ പകച്ചു വിളി, സുജൂദിൽ പോയാൽ ദുബുർ വെളിവായി. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാര്. ഉളൂഇന്റെ കാര്യം, നിസ്കാരം ബാത്തിലാകില്ല, നിസ്കാരമില്ലല്ലോ. അങ്ങനെ ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവർ ഖബർ ശിക്ഷക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, കാന യംശീ ബിൻ നമീമത്തി, ഏഷണിയും പരദൂഷണമൊക്കെ ആയിരുന്നു അവന്റെ പരിപാടി എന്നാണ്. ഖബറിൽ കത്താണ്. ഖബറിൽ കഠിനമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നിരന്തര ശിക്ഷയ്ക്ക് വിധേയമാകുന്ന 3-4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഖബറിൽ നിരന്തരമായിട്ട് തല തല്ലി ചതച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ഞാൻ സൂചന കൊണ്ട് മതിയാക്കി. വലിയ പാറക്കല്ലെടുത്ത് ഒരാളുടെ തലയിലേക്കാണ്ട് എറിയുന്നു, തല ചമ്മന്തിയാകുന്നു, കല്ല് ഉരുണ്ടു പോകുന്നു, വീണ്ടും എടുത്തു വരുമ്പോഴേക്ക് തല പൂർവ്വസ്ഥിതിയിലേക്കാകുന്നു, വീണ്ടും എറിയുന്നു. നിരന്തര ശിക്ഷ ഖബറിൽ, ബർസഖിന്റെ ലോകത്തുള്ള ശിക്ഷ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാരണം പറയപ്പെട്ടത്? യനാമു അനി സ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾക്ക് പോകാതെ അവൻ കിടന്നുറങ്ങുന്നവനാണ്. നിസ്കാരത്തിന് പോകില്ല. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഖുർആനൊക്കെ അറിയാം, പക്ഷേ അതൊന്നും ജീവിതത്തിലില്ല. ഫർള് നിസ്കാരത്തിന് പോകാതെ ഉറങ്ങും. ഫർള് നിസ്കാരത്തിന് പോകാതെ ഉറങ്ങുന്നു. ആലോചിക്കുക, ഖബറിലെത്തിയാൽ കാത്തിരിക്കുന്ന ശിക്ഷ. സുബഹിക്ക് ജമാഅത്തിനില്ല, അസറിനില്ല. അതാണല്ലോ ഉറക്കത്തിന്റെ സമയങ്ങൾ. സുബഹിക്കില്ല, അസറിനില്ല. വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. കാത്തിരിക്കുന്ന, അധികം താമസമില്ലാതെ വരാൻ പോകുന്ന ശിക്ഷയായി പറയുന്നു. നിരന്തരം ആ ശിക്ഷയ്ക്ക് വിധേയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്, വായയും മൂക്കും കണ്ണുമൊക്കെ കുത്തിക്കീറുന്ന രംഗം. ഇതൊക്കെ ഈ ബർസഖിൽ നടക്കുന്ന ശിക്ഷകളാണ്. കൊടിലുകൊണ്ട് വായ പെരടി വരെ, മൂക്കിൽ കൊളത്തിയിട്ട് പെരടി വരെ, കണ്ണിൽ കുത്തിയിട്ട് പെരടി വരെ കീറുകയാണ് ഓരോ ഭാഗവും. ആ ഭാഗം പൂർത്തിയാകുമ്പോഴേക്ക് അടുത്ത ഭാഗത്ത് കീറാൻ തുടങ്ങും. അവിടെ കീറി വരുമ്പോഴേക്ക് ഇവിടെ പൂർവ്വസ്ഥിതിയിലാകും. നിരന്തരം ശിക്ഷ, നിരന്തരം ശിക്ഷ. എന്താ കുറ്റം? കളവ് പ്രചരിപ്പിക്കലായിരുന്നു അവന്റെ പണി. കളവ് പ്രചരിപ്പിക്കുക. ഒരു കളവ് അവൻ റൂമിൽ നിന്നാണ് പാസ്സാക്കുന്നത്, ലോകം മുഴുവൻ എത്തും. ഇന്ന് അതിന്റെ യുഗമാണ്. എല്ലാവരും ആലോചിച്ചോളി. പലപ്പോഴും ഞാൻ എന്നോടെന്ന പോലെ എന്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, കിട്ടുന്ന ഏത് ചവറും സെന്റ് ചെയ്യണ്ട, നോണ പ്രചരിപ്പിക്കണ്ട. ഹദീസുകൾ എന്ന പേരിൽ വരുന്നത് ധാരാളം ധാരാളം. കിട്ടുന്നത് മുഴുവൻ വാട്സപ്പ് മുഫ്തിമാരായി മാറണ്ട. നമ്മൾ അതിനല്ല ഏൽപ്പിച്ചിട്ടില്ല. നല്ല ഉറപ്പുള്ളതല്ലാതെ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യണ്ട. എത്രയാണ് അടിച്ചു വിടുന്നത്? കളവിൽ നിങ്ങളും ഒരു പങ്കാളിയാണ്. ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നത്, ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നത്, അപമാനിക്കുന്നത്, അതിന് മീഡിയകൾക്കുള്ള പങ്ക്. മീഡിയകളിൽ അത് പോസ്റ്റ് ചെയ്യുന്നവര്, അത് ഷെയർ ചെയ്യുന്നവര്, അത് വായിക്കുന്നവര്, അത് മറ്റൊരാൾക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കുന്നവര്, അത് പ്രചരിപ്പിക്കുന്ന മീഡിയകൾ, പത്രങ്ങൾ, മറ്റുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇതിൽ പങ്കാളികളാണ്. വളരെ ആലോചിക്കുക. ഞാൻ കാരണം ഒരു നുണ ലോകത്ത് എത്തരുത്. കാരണം കാത്തിരിക്കുന്നത്, സമീപ ഭാവിയിൽ ഖബറിൽ കാത്തിരിക്കുന്നത് ഈ കഠിന കഠോരമായ ശിക്ഷയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ചൂളയിൽ തിളച്ചു കൊണ്ടുന്ന രംഗമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അടിയിൽ കത്തിക്കപ്പെട്ടിട്ടുണ്ട്, മുകളിൽ ഇടുങ്ങിയതും അടിഭാഗം വിശാലമായതുമായ ഒരു വലിയ രൂപത്തിലുള്ള സംവിധാനം. അതിന്റെ അടിയിൽ നഗ്നരായ ആണും പെണ്ണുമുണ്ട്. കത്തിയാളുന്ന ആ തീയുടെ ചൂട് കഠിനമായിട്ട് അവർ പുറത്തേക്ക് ചാടാൻ വേണ്ടി ഇങ്ങനെ വെമ്പാണ്. പക്ഷേ ഇടുങ്ങിയ വായയാണ് അതിനുള്ളത്. പുറത്തേക്ക് എത്തുമ്പോഴേക്ക് പിന്നെയും അതിലേക്ക് തന്നെ അടിച്ചിടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിരന്തര ശിക്ഷ ബർസഖിൽ ആർക്കാ അനുഭവിക്കേണ്ടി വരിക? അസ്സുനാത്ത്, വ്യഭിചാരികൾ, വ്യഭിചാരികൾ, വ്യഭിചാരം ചെയ്യുന്നവർ, അതിന്റെ കൂട്ടിക്കൊടുപ്പുകാർ, അതിന്റെ പ്രചാരകർ, അതിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ, ടിവിയിലൂടെ ആയാലും നെറ്റിലൂടെ ആയാലും ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ ഏതൊക്കെ വൃത്തികളുടെ പ്രചാരകരുണ്ടോ മുഴുവൻ ആളുകളും ഇതിൽപ്പെടുമെന്ന് പണ്ഡിതന്മാര് പറയും. നല്ലോണം നമ്മൾ ആലോചിക്കും. വീട്ടിലേക്ക് ചാനലുകൾ വെക്കുമ്പോഴും അതിന്റെ കാര്യത്തിലൊക്കെ ആലോചിച്ചോളി, നന്നായി ആലോചിച്ചോളി. ഇതിലെല്ലാവരും പെടും, ഇതിലെല്ലാവരും പെടും. വ്യഭിചാരത്തിന്റെ പ്രചാരകരാണ് ഇവരൊക്കെ. ആ പ്രചരണത്തിൽ ആരൊക്കെ വിടുന്നു അവർക്കൊക്കെ ഈ രൂപത്തിൽ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞത് പലിശക്കാരുടെ ഗൗരവമാണ്. രക്തപ്പുഴയിൽ നീന്തി വെള്ളം കുടിച്ച് വയറു വീർത്ത് കരയോടടുത്ത് വരുമ്പോഴേക്ക് വമ്പിച്ച കല്ലുകൾ എടുത്തവന്റെ വായയിലേക്ക് കുത്തി തിരികെ എറിഞ്ഞു പിന്നെയും അങ്ങോട്ട് തന്നെ ആട്ടി ഓടിക്കപ്പെടുന്ന ദുരന്തം. ഇതൊക്കെ ബർസഖിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അവൻ പലിശയുടെ വക്താവാണ്. പലിശ കടം കൊടുക്കും, ബുദ്ധിമുട്ടിയോനെ നോക്കിയിട്ട് പറയും പലിശ കടം തരാം. ഏതൊക്കെ നിലക്ക്
വീട് പല രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. എന്തൊക്കെ പലിശയുമായി ബന്ധപ്പെട്ടതുണ്ടോ എല്ലാം സഹോദരങ്ങളെ വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. എത്രത്തോളം സൂക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം സൂക്ഷിച്ചേ പറ്റൂ. കാരണം സമീപ ഭാവിയിൽ വരാനിരിക്കുന്ന ശിക്ഷകളാണ്. പൊതുമുതൽ എടുത്തുപയോഗപ്പെടുത്തുന്നത്, പൊതു ഖജനാവിൽ നിന്ന്, പൊതുവായ സ്വത്തിൽ നിന്ന് ഒരു പുതപ്പ് എടുത്തൊരു വ്യക്തിയുടെ മരണത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ശഅലത്തുൻ ഫിന്നാർ, അത് കത്താണ്, നരകത്തിലെ കത്താണ്, അത് കത്തിയാളുകയാണ്. ഒരു പൊതുമുതലിൽ നിന്നൊരൽപ്പം. പൊതുമുതലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പൊതുവായ സമ്പത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകൾ ആലോചിക്കണം, ഓരോ ഫിൽസും ചോദിക്കപ്പെടും. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ട്. ഖബറിൽ പരീക്ഷണത്തിന് വിധേയമാകുന്ന ധാരാളക്കണക്കിന് പാപങ്ങളുണ്ട്. അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅവ്വദൂ, നിങ്ങൾ രക്ഷ ചോദിച്ചോളൂ മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയില്ലെന്ന്. അതാണ് എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും പിറകെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് പറയുന്നത്. അധികം ദൂരല്ല, അത് വളരെ അടുത്താണ്, നമ്മൾ ഓർക്കണം. എത്ര അടുത്താണത് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് നല്ലതാണ്. എത്ര അടുത്താണ് ഇപ്പൊ ആ പരീക്ഷ വരാനുള്ളത്, എത്ര അടുത്താണ് ഇപ്പൊ ആ സംഭവങ്ങളൊക്കെ നടക്കാനുള്ളത്. ശാന്തമായ പുറഭാഗം, പക്ഷേ അകമാണെങ്കിൽ വളരെ ഗൗരവമാണ്. ആ ഗൗരവത്തോടുകൂടി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഖബർ ജീവിതം അള്ളാഹു ഏറ്റവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.